ഇതാ സാറേ, ഗുളിക കഴിക്കൂ. ഇതാ വെള്ളം. ഇതാ, ഇതും കൂടി കഴിച്ചോളൂ. വെള്ളം കുടിക്കൂ. കനകേച്ചി, ആരാ നോക്ക്. ഹായ് ഡോക്ടർ. ഹായ് നിത്യ, ഹൗ ആർ യു? ഫൈൻ, പ്ലീസ് കം. അതെ ഡോക്ടർ, അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നോർമൽ അല്ലേ? പ്രോബ്ലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കഴിവതും വേഗം ക്യൂർ ആക്കാൻ ശ്രമിക്കാം. ശരി, ഞാൻ ചെന്ന് അച്ഛനെ കാണട്ടെ. ഓക്കെ ഡോക്ടർ, ക്യാരി ഓൺ. അല്ല, കനക എവിടെ? അച്ഛനെ മരുന്ന് കൊടുത്തോണ്ടിരിക്കും. എന്നാ ഞാൻ ചെന്ന് കാണട്ടെ. എന്നാ ശരി, സാറ് റെസ്റ്റ് എടുക്കൂ. ഞാൻ പോയി പാചകപ്പണി നോക്കട്ടെ. വിശ്വനാഥൻ സർ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? സാറേ, ഡോക്ടർ വന്നിട്ടുണ്ട്. എന്താ വിശ്വനാഥൻ സർ, ടാബ്ലറ്റ്സ് ഒക്കെ സമയത്തിന് കൃത്യമായി കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ കനക സമയത്തിന് തന്നെ എടുത്തു തരുന്നുണ്ട് മാഡം. ശരി സാറേ, നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ അടുക്കളപ്പണി നോക്കട്ടെ. അങ്ങനെ ആട്ടെ. പിന്നെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ പറയേണ്ടത് നിങ്ങളല്ലേ ഡോക്ടർ. ഇപ്പൊ തന്നെ നോക്കിക്കളെ. കൈയൊന്ന് കാണിച്ച്. ശ്വാസം നന്നായി വലിച്ചുവിട്. ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ശരി ഡോക്ടർ. എല്ലാം നന്നായിട്ടുണ്ട്. ഞാൻ തരുന്ന മെഡിസിൻസ് ഒക്കെ സമയത്ത് കൃത്യമായി കഴിക്കണം. കുറച്ച് ദിവസത്തിനകം എല്ലാം ശരിയായിക്കോളും. ഡോക്ടർ, പേടിക്കാനും മാത്രം ഒന്നുമില്ലല്ലോ ഡോക്ടർ. പേടിക്കാനും മാത്രം ഒന്നുമില്ല. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും സ്മോക്കിംഗ് മാത്രം നിങ്ങൾ വിട്ടതേയില്ല. ഇപ്പൊ പ്രോബ്ലം വന്നപ്പോ വിട്ടില്ലേ? അത് വളരെ ശരിയാ ഡോക്ടർ. ഇപ്പോഴും ഞാൻ ജീവൻ നിലനിർത്തുന്നത് തന്നെ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാ. വിഷമിക്കേണ്ട സാറേ, എത്രയും പെട്ടെന്ന് നിത്യ നിങ്ങളെ മനസ്സിലാക്കിക്കോളും. പിന്നെ ഞാൻ എഴുതിത്തരുന്ന മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ? അതൊക്കെ ഉണ്ട് ഡോക്ടർ, അതെല്ലാം സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. ഗുഡ്. ഇതിങ്ങനെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കഴിവതും ഓപ്പറേഷൻ ഇല്ലാതെ ഇതുപോലെ തന്നെ മെഡിസിൻസിൽ ക്യൂർ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ ഡോക്ടർ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്പനിക്കൊക്കെ പോയി എന്റെ ജോലിയൊക്കെ നോക്കാൻ പറ്റുമോ? നോ, നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ എങ്ങോട്ടും പോവാൻ പാടില്ല. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. നിങ്ങൾക്ക് നിത്യയോട് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞൂടെ? ആക്ച്വലി അവളല്ലേ അടുത്ത ഓണർ. അതൊക്കെ കറക്റ്റ് തന്നെയാ, പക്ഷേ അത് ഒരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് ഈ ഓഫീസ്, കമ്പനി, വർക്ക് ഒന്നിലും തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ല ഡോക്ടർ. ഒരച്ഛനായ ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് പോലും അവൾ അതിന് കൂട്ടാക്കുന്നില്ല ഡോക്ടർ. അങ്ങനെ ഇരിക്കുമ്പോ ഇതെല്ലാം എങ്ങനെ നടക്കാനാ? ചിലപ്പോ നിത്യ വല്ലവരും സ്നേഹിക്കുന്നുണ്ടോ എന്തോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി ഞാൻ അതിലും സന്തോഷപ്പെട്ടേനെ. എനിക്ക് കല്യാണമേ വേണ്ടെന്നാ പറയുന്നത്. അത് തന്നെയാണ് എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ശരി, വിഷമിക്കണ്ട സർ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാ. അവരെ ഫോഴ്സ് ചെയ്യാനൊന്നും പാടില്ല. എന്നെങ്കിലും ഒരിക്കലും അവര് തന്നെ എല്ലാം മനസ്സിലാക്കിക്കോളും. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. പക്ഷെ അവൾക്ക് ഇപ്പൊ തന്നെ 30 വയസ്സായി. എന്റെ ഹെൽത്തും ശരിയല്ല. ഇനി അവൾ കല്യാണം ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ട് പോയാ ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ? ഇനി എങ്ങാനും ഞാൻ മരിച്ചാ അവൾ തനിച്ച് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യും? സർ, ആവശ്യമില്ലാതെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് വിട്. ഞാൻ നിത്യയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ.
പിന്നെ ഓഫീസിലേക്ക് പോണം, കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണം. ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനേ പാടില്ല. ഫാക്ടറിയിലേക്ക് പോയാൽ പൊല്യൂഷൻ കാരണം ലങ്സ് കൂടുതൽ ബാധിക്കപ്പെടും സർ. അത് ജീവന് തന്നെ ആപത്തായി തീരും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ മാസ്ക്, സേഫ്റ്റി ഡ്രസ് ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റുമോ ഡോക്ടർ? നോ വേ. ദയവേത് മനസ്സിലാക്കണം സർ. ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനി ഓണേഴ്സും ഓൺലൈനിൽ കൂടെ തന്നെ പ്രോഗ്രാം നോക്കുക. അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തുകൂടെ? ശരി ഡോക്ടർ. ശരി, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പോയിട്ട് പിന്നെ വരാം. സാറേ, ഭക്ഷണം റെഡിയായിരിക്കുന്നു, കഴിക്കാൻ വരൂ. സാറേ, ഞാൻ ഇത്രയും വിളിച്ചിട്ടും അനങ്ങാതിരിക്കുന്നത്? നല്ല കാലം, ഞാൻ പേടിച്ചു പോയി. കഴിക്കാൻ വരുമെന്നേ. ഇല്ല കനകെ, എനിക്ക് വിശപ്പില്ല. എന്താണെന്ന് അറിയുന്നില്ല, ഈയിടെയായിട്ട് എനിക്ക് വിശപ്പേ വരുന്നില്ല. സാറേ, അസുഖം ഇപ്പോഴല്ലേ കുറേശ്ശെയായി ഭേദമായി വരുന്ന. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കാനൊന്നും പാടില്ല. ദിവസവും ഗുളികകളാണെങ്കിൽ ഒരുപാടുണ്ട്. വരൂന്നേ, കഴിക്കാൻ വരൂ. ഇല്ല, വേണ്ട. എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല. ഞാനൊക്കെ എന്തിനാ ജീവിക്കുന്നത് എന്ന് എനിക്ക് വിഷമമായിരിക്കുക. സാറേ, എന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ സാറിന് പറ്റിയേ? അല്ലാതെ ഞാൻ എന്തു പറയാനാ കനകെ? ഞാൻ ആശിച്ച് വളർത്തിയ പെണ്ണ. ചെറുപ്രായത്തിൽ തന്നെ അമ്മയും മരിച്ചു. ഞാൻ എത്ര ലാളിച്ച അവളെ വളർത്തിയെന്നറിയോ? ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു കമ്പനി നന്നായി വളർത്തിയെടുത്ത് ഇത്രയും നല്ല നിലയിൽ ഞാൻ കൊണ്ടുവന്നില്ലേ? എന്റെ കയ്യിൽ എല്ലാം ഉണ്ടായിട്ടും മനസ്സമാധാനം മാത്രമില്ല. നിത്യമോളോട് കല്യാണക്കാര്യം പറഞ്ഞ ഞാൻ പറയുന്നത് അവൾ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. സാറേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെ ഓർത്ത് സാറിങ്ങനെ കഴിക്കാതിരുന്ന സാറിന് എന്തെങ്കിലും പറ്റിയാലോ? അതിനുശേഷം അവർക്ക് വേറെ ആരാ ഉണ്ടാവുക? നിത്യാമ്മയുടെ കല്യാണം നടക്കാൻ ഞാനൊരു ഉപായം പറയട്ടെ. അങ്ങനെയോ? എന്ത് ഐഡിയ നീ പറയാൻ പോകുന്നത്? അത് വേറൊന്നുമല്ല. നിത്യമ്മയ്ക്ക് ചെലവിനുള്ള പണം സാറല്ലേ കൊടുക്കുന്നത്? അവര് എപ്പ കാശ് ചോദിച്ചാലും സാറല്ലേ കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സാറല്ലേ വാങ്ങിക്കൊടുക്കുന്നത്? അതെ, അതിന്. എന്നാൽ ഇനി അവര് വന്ന് പണം ചോദിക്കുമ്പോ സാറ് തരാൻ പറ്റില്ലെന്നും നീ കല്യാണം കഴിച്ച ഒരു കുടുംബമായി ജീവിച്ചാലേ ഞാൻ എന്റെ സ്വത്തുക്കളൊക്കെ നിനക്ക് തരുകയുള്ളൂന്ന് പറയൂ. അങ്ങനെയോ? അങ്ങനെ പറഞ്ഞ ഇതിന്റെ പേരിൽ അവൾ കല്യാണത്തിന് ഓക്കെ എന്ന് പറയൂ? സാറേ, എന്റെ അഭിപ്രായത്തിൽ തീർച്ചയായും ഓക്കെ പറയും. ഓരോ കാര്യത്തിനും ഇങ്ങനെ കൈനീട്ടുന്നതിന് പകരം നമുക്കൊരു കുടുംബം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ നോക്കാമെന്ന് വിചാരിച്ച് തീർച്ചയായും അവർ ഓക്കെ പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇത് നല്ലൊരു ഐഡിയ. നിത്യമോൾ എഴുന്നേറ്റോ? ഇല്ല, ഇപ്പോഴും ഉറങ്ങാണ്. സാർ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം, വന്ന് കഴിക്കൂ.